അന്നിപ്പോൾ ഞാൻ ഇവിടെ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ കൊടുവാളില്ലാതെ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഇത്. പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാർ ഇങ്ങനെയായിരുന്നു പൊളിക്കുക. ഇത് പെട്ടെന്ന് കൈ കിട്ടും. അത് ഓൻ എന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ട് ഓൻ ചെയ്യുകയാണ്. ഇത് ഇത്ര നേരം ഒന്നും ചെയ്യണ്ട. ആ കല്ല് ശരിക്ക് ഇതിൻ്റെ തേങ്ങേൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ അത് പൊളിയും. ഒരൊറ്റ പ്രാവശ്യം ഇട്ടാൽ മതി. അന്നപ്പോഴേക്കും ഇത് തേങ്ങ പൊളിഞ്ഞു കിട്ടും. ഇതിപ്പോൾ ഓൻ കുറേ ടൈമായിട്ട് ഓനായതുകൊണ്ട് ഓന് പൊന്തൂല. അതുകൊണ്ട് ഓനിങ്ങനെ കണ്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഓനെന്ത് ചെയ്യുമെന്ന് നോക്കുകയാണ് ഞാനും. അപ്പോൾ ഓനായതുകൊണ്ടാണ്. ഒരു വലിയൊരു കല്ലാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഇട്ടാൽ അത് പൊളിഞ്ഞത്. അത് ശരിക്കും വീഴുന്നില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിലൊക്കെ കൊടുവാളൊന്നുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പെട്ടെന്ന് കഴിയുന്നൊരു പരിപാടി അത്. പിന്നെ ഇത് തേങ്ങ ഉടയ്ക്കാനും വേറെ കൊടുവാളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കല്ലിൻ്റെ മുകളിൽ തന്നെ ഓനെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഞാൻ തന്നെ കാണിച്ചു തരാം. അത് അടിയിലൊരു കല്ല് ഉറപ്പുള്ളൊരു സ്ഥലത്ത് വെക്കണം തേങ്ങ. എന്നിട്ട് ഒരൊറ്റ പ്രാവശ്യം ഇട്ടാൽ മതി. അപ്പോൾ ഈ തേങ്ങ പൊളിഞ്ഞു വരും. പിന്നെ ഇത് നല്ല ഉണങ്ങിയ തേങ്ങ കേട്ടോ. അതുകൊണ്ടാണ് അതാ കഴിഞ്ഞോ തേങ്ങ പൊളിഞ്ഞു. ഓനെന്നാ പൊളിക്കണം പറഞ്ഞ് വാശി പിടിക്കുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇത് അല്ല തേങ്ങ പൊളിഞ്ഞു കഴിഞ്ഞാൽ അതാ വീണ്ടും വെക്കാൻ പോവുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. അതാ തേങ്ങ അതാ പൊളിഞ്ഞിട്ടുണ്ട്. ഇനി അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് കിട്ടുന്നില്ല. തേങ്ങ പൊളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. വീട്ടിൽ കൊടുവാളില്ലെങ്കിൽ പിന്നെ ഒരു തേങ്ങ പൊളിക്കാൻ കൊടുവാളിൻ്റെ ആവശ്യമില്ല. ഇത് കല്ലിനെ പൊളിച്ചത് കല്ലിൻ്റെ മുകളിൽ തന്നെ ഉടയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് അത്രയേ പണിയുള്ളതാണ്. ഓനത് വാശി പിടിച്ചോൻ തന്നെ പൊളിക്കുന്നതാണ്. എത്രയേ ഉള്ളൂ. ഇതാണ് തേങ്ങ പൊളിക്കുന്ന ട്രിക്ക്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ആരെങ്കിലും ചെയ്ത് വെക്കുക. ഇത് ഉറപ്പുള്ളൊരു സ്ഥലത്ത് വെക്കുക. എന്നിട്ട് തേങ്ങ അതിൻ്റെ മുകളിൽ കല്ലെടുത്തിട്ട് ഇത് ഉണങ്ങിയതിനെ കൊണ്ടേ ഇപ്പം ചൂട് സമയമായതുകൊണ്ട് ഇത് പൊളിഞ്ഞ് കിട്ടാത്തത് പെട്ടെന്ന് കഴിയും ഇത് പരിപാടി. ഇത് രണ്ട് ചേരി അങ്ങോട്ടും ഇങ്ങോട്ട് തേങ്ങ പൊളിഞ്ഞ് കഴിയും. എന്താ കണ്ടോ, ഇത് കുറച്ച് കടുപ്പാണ്. ഇത് ഉണങ്ങി ഇതായിട്ടുണ്ട്. ഇത് കൊട്ടയായിട്ടുണ്ട് തേങ്ങ. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ എടുത്ത് ചെയ്തതാണ്. അതിനേതായാലും എല്ലാവർക്കും കൂടി പറ്റിയ ഉപകാരമാട്ടെ എന്ന് വിചാരിച്ച് ഞാനെടുത്ത് വീഡിയോയിൽ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കണ്ടോ, ഇത്രയേ ഉള്ളൂ. തേങ്ങ പൊളിഞ്ഞ് കഴിഞ്ഞതാണ്. ഇത്ര പ്രശ്നമുള്ളൂ. കുറേ പ്രാവശ്യം എടുത്തിരുന്നുണ്ട് കല്ല്. പക്ഷെ ഒറ്റ പ്രാവശ്യം കല്ല് അതിൻ്റെ ശരിക്കും തേങ്ങ കഴിയും. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കുക.